നമ്മുടെ നാട്ടിലും മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മുടെ അച്ഛനും അമ്മേനും കാണാനും നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബം നമ്മുടെ നാട്ടുകാർ ഇവരൊക്കെ കാണുവാനും ഈ നാട്ടിൽ ജീവിച്ച് മരിക്കുവാനൊക്കെ വേണ്ടിയാണ് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങിയേക്കണം അല്ലേ. ഇതൊരു ജീവിത സമരമാണ്. ഞങ്ങൾക്കറിയാം നമ്മൾ 2011 ഈ സംഘടന ആരംഭിച്ചപ്പോൾ അന്ന് ഈ ആസ്റ്റർ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെയുള്ള അസോസിയേഷനായിട്ടുള്ള KPH പറഞ്ഞത് 6 മാസം കൊണ്ട് ഈ സംഘടനയെ അറബിക്കടലിൽ താഴ്ത്തുമെന്ന് പറഞ്ഞു. അറബിക്കടലിൽ താഴ്ത്തുമെന്ന് പറഞ്ഞ ആ KPHയുടെ പെരുമാറിൽ 15 വർഷങ്ങൾക്ക് ഇപ്പോഴും നമ്മൾ ഈ വെള്ളക്കൊടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇൻക്ലാബ് വിളിച്ചുകൊണ്ടിരിക്കുക അല്ലേ. കേരളത്തിലെ നഴ്സുമാർക്ക് വേണ്ടി ഇൻക്ലാബ് വിളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ആസ്റ്ററിലെ നമ്മുടെ സഹപ്രവർത്തകരായ നിങ്ങളുൾപ്പെടെ അത്യുജ്വലമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വന്നുകൊണ്ട് കേരളത്തിലെ നഴ്സുമാർക്ക് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് UNAയുടെ എല്ലാ അഭിവാദ്യങ്ങളും ആദ്യമായിട്ട് നേരുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാം KPH എന്ന് പറയുന്നത് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളുടെ ഒരു അസോസിയേഷനാണ്. ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് കേരളം ഭരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ആണോ? ഇവരാണോ കേരളം ഭരിക്കുന്നത്? അല്ലല്ലോ. ഈ KPH 2018 സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് കേവലം 12,000 രൂപയായിരുന്നു നമുക്ക് ശമ്പളം. അന്ന് 20,000 രൂപ ശമ്പളം അടിസ്ഥാനപ്പെടുത്തി നൽകണമെന്ന് പറഞ്ഞ് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അന്നും KPH പറഞ്ഞു 1 രൂപയുടെ വർധനവ് ഇവർക്ക് നഴ്സുമാർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും KPHയുടെ ധിക്കാരം കാണുന്നുണ്ടാവും. KPHയുടെ ഹുസൈൻ കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള KPHയുടെ അധികാരികളോട് പറയാനുള്ളത് ഇത് UNA ആണ്. UNAയുടെ പൂർവ്വചരിത്രം നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകർ തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നേടുവാനുള്ള ആർജവം കേരളത്തിലെ പ്രിയപ്പെട്ട UNAയുടെ പ്രവർത്തകർക്ക് ഉണ്ട് എന്ന് KPHയുടെ നേതൃത്വം മനസ്സിലാക്കണമെന്നാണ് UNAക്ക് നമ്മൾ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസമായിട്ട് പൊരിവെയിലത്ത് സമരത്തിലാണ് നിങ്ങൾ എല്ലാവരും. പൊരിവെയിലത്ത് സമരത്തിലാണ് നിങ്ങൾ. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ആളുകളുണ്ടാവും. പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഈ സമരം അനിശ്ചിതകാലമായിട്ട് നീടുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ നേരെ തിരിച്ചാണ്. KPHയുടെ വാക്കുകൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് കേരളത്തിലെ നിരവധി മാനേജ്മെൻറ്റുകൾ UNA ആയിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബിലീവേഴ്സ് ചർച്ച് ഏറ്റവും പുതിയതായിട്ട് നമ്മളായിട്ട് കരാറിൽ ഏർപ്പെട്ടു. ആസ്റ്റർ മാനേജ്മെൻറ്റിനും നമ്മളായിട്ട് കരാർ ഏർപ്പെടാതെ കൊച്ചിയിലെ ആസ്റ്റർ ഹോസ്പിറ്റലിനെ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളത് പ്രിയപ്പെട്ട ഇവിടെയുള്ള നിങ്ങളുടെ CEO ഉൾപ്പെടെയുള്ള നളന്ദ സാർ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിക്കും. UNA സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫിൻ്റെ ജോലിയോ നഷ്ടപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. തികച്ചും മാന്യമായിട്ട് നീതിയുടെ പക്ഷത്ത് നിന്ന് ജനങ്ങളോട് പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുക. നിങ്ങൾ അടിയുറച്ച് നിൽക്കുക. 1-2 ദിവസം കൊണ്ട് നമ്മുടെ ഈ സമരത്തിന് തീരുമാനമാകുമെന്നാണ് UNAയുടെ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സമയം വരെ നിങ്ങളെല്ലാവരും ക്ഷമ കാണിച്ചുകൊണ്ട് ഒട്ടും ആവേശം ചോരാതെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 2011 ഈ സംഘടന തുടങ്ങിയ ടൈമിൽ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഈ സംഘടന തുടങ്ങിയപ്പോൾ അന്ന് വളരെ കുറച്ച് നേതാക്കന്മാർ ഒരു ചർച്ചയ്ക്കായിട്ട് നമ്മുടെ തൊട്ടപ്പുറമുള്ള ഹോസ്പിറ്റൽ അമൃത അവിടെ വിളിച്ചിട്ട് നമ്മുടെ നേതാക്കന്മാരെ തല്ലി തവിട് പൊടിയാക്കി സംഘടനയെ അതോടുകൂടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഒരു ഗുണ്ടകൾക്കും തടയാൻ കഴിയാത്ത അത്രത്തോളം വലിയ രീതിയിലേക്ക് ഈ സംഘടന വളർന്നു. ഗുണ്ടകളെ വച്ചുകൊണ്ട് ഈ സംഘടനയെ നേരിടാമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വ്യാമോഹം മാത്രമാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഗുണ്ടകൾ ഇറങ്ങിയിട്ട് ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു കൊണ്ട് കുത്തിയിരിക്കുമെന്നുള്ള കാര്യം ഇവിടെയുള്ള ഗുണ്ടകൾ അങ്ങനെ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണമെന്ന് പറയാനുള്ളത്. ഇന്നലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നമ്മുടെ പ്രവർത്തകരെ തടയുവാനും ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു അല്ലേ. നമ്മുടെ പ്രവർത്തകരെ പുറത്താക്കാൻ നോക്കി. ശക്തമായ പ്രതിഷേധം നമ്മൾ ഉയർത്തി അല്ലേ. 10,000-കണക്കിന് നേഴ്സുമാർ അങ്ങോട്ടെത്തി. ഏതെങ്കിലും ഒരു സ്റ്റാഫിനെതിരെ നടപടിയെടുത്താൽ ഈ ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും ആസ്റ്ററിൻ്റെ ഗേറ്റിൽ നിന്ന് ഒരു വണ്ടിയും കൂടെ കടത്തിവിടാൻ തയ്യാറാവാതെ നമ്മൾ അവിടെ തടയുമെന്നുള്ള കാര്യത്തിന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ജില്ലാ നേതൃത്വം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ്. ഈ സമരം വിജയിക്കേണ്ടതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് നമ്മളൊരു അക്രമാസക്തമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ
ഇവിടെയുള്ള ആരെയും വെല്ലുവിളിച്ചുകൊണ്ടല്ല, മാന്യമായിട്ടുള്ള സമരം. ഇവിടെ കൂടിയിരിക്കുന്ന നേഴ്സുമാർക്ക് വേണ്ടി മാത്രമല്ല, ഈ ഹോസ്പിറ്റലിലെ മുഴുവൻ ജീവനക്കാർക്ക്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് GA ഇറക്കി അല്ലേ? എന്തുകൊണ്ടാണ് GA ഇറക്കിയത്? നമ്മൾ പ്രഖ്യാപിച്ച് ലോങ് മാർച്ച് GA ഇറക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെയുള്ള സ്റ്റാഫുകൾ, ക്ലാസ് 4 എംപ്ലോയീസ് തൊട്ട് മുഴുവൻ എംപ്ലോയീസ്, ഡോക്ടേഴ്സ് അല്ലാത്ത ബാക്കി എല്ലാ എംപ്ലോയീസിൻ്റെ ശമ്പള വർധനവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വെയിൽ കൊള്ളുന്നതും ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്നതും. ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഇവിടെയുള്ള മറ്റുള്ള ജീവനക്കാരും മനസ്സിലാക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈ സമരത്തെ നിങ്ങൾ മുറുക്കെ പിടിക്കുക. ഇതിൻ്റെ ആദർശങ്ങൾ തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ്. വെറും 1333 രൂപ ശമ്പള വർധനവിന്, പാസ്റ്ററിലേക്ക് കണക്ക് പറയുകയാണെങ്കിൽ 1333 പ്ലസ് അലവൻസും കൂടെ വരും. എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ ആസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. അത് ഒരു ടേബിളിൻ്റെ മുന്നിലിരുന്നാൽ തീരാവുന്ന വിഷയങ്ങളുള്ളൂ. പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് KPHയുടെ ഹുസൈൻ കോയ തങ്ങളെ പോലെയുള്ള വിഡ്ഢികളുടെ വാക്ക് കേട്ടുകൊണ്ട് ആസ്റ്റർ മാനേജ്മെൻറ്റിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിക്കില്ല എന്ന് പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ജയ്.